ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദർശിൻ്റെയും നയനയുടെ നാളത്തെ സൂപ്പർ പ്രൊമോഷത്തിലേക്ക് സ്വാഗതം. അതിന് മുൻപ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നാളത്തെ ആദർശിൻ്റെയും നയനയുടെയും കഥയിൽ നടക്കുന്ന വളരെ നിർണായകമാകുന്ന ആദർശനും അനന്തപുരി തറവാട്ടുകാർക്കും വളരെ നിർണായകമാകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. അങ്ങനെ നാളത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദർശം നയനയും ഹോസ്പിറ്റലിൽ വരുന്നത് കണ്ട് ജലജയും അതുപോലെ ജാനകിയും കൂടെ കുറ്റം പറയുകയാണ്. അവൾ അവനെ ആദർശിനെ കയ്യിലാക്കിക്കൊണ്ട് വരുന്നുണ്ട്. സ്വന്തം അമ്മായിമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ട് അവളുടെ വരവ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ നയനയെ കണ്ടപ്പം മുതലേ ജലജയും ജാനകിയുടെ മുഖം വീർത്തു തുടങ്ങി കേട്ടോ. എന്തായാലും നയനയെ കാണുന്നത് നേരത്തെ മുതലേ കലിപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രശ്നം എത്രത്തോളം വഷളാക്കാമോ അത്രത്തോളം വഷളാക്കാൻ ശ്രമിക്കുന്ന ജാനകിനെയും ജലജനെയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. എന്തായാലും ആദർശന് വന്നതേ ആദർശൻ്റെ അച്ഛൻ പറയുകയാണ്, ഡോക്ടറെ കയറി കാണണം, എന്തൊരു വിഷയമുണ്ട്, അതുകൊണ്ട് കയറി കാണാം എന്നൊക്കെ പറയാം. അങ്ങനെ ആദർശം അതുപോലെ ആദർശൻ്റെ അച്ഛനും കൂടെ ഡോക്ടറെ ചെന്ന് കാണുകയാണ്. ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടറോട് ചോദിക്കും, എന്ത് സംഭവിച്ച അമ്മയ്ക്ക് എന്താണ്, ഒന്ന് കുറഞ്ഞതല്ലേ, പിന്നെന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്ന് കൂടി വന്ന് കാരണം എന്ന് ചോദിക്കുകയാണ്. അന്നേരമാണ് പറയുന്നത്, എത്രയും വേഗം അമ്മയുടെ കരൾ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മേനെ നിങ്ങൾക്ക് നഷ്ടമാകും. അതുപോലെ ആ വിഷം മാരകമാകുന്ന വിഷം അകത്ത് ചെന്ന് അകത്തെ അവയവങ്ങൾക്കെല്ലാം ഡാമേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും കരളിനാണ് സംഭവിച്ചിരിക്കുന്നത്. കരൾ ചുരുങ്ങിപ്പോവുകയും അങ്ങനെ പ്രവർത്തനരഹിതമായി പോയിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഇടുമ്പോൾ ആദർശനും വല്ലാത്ത ഒരു അസ്വസ്ഥതയാകട്ടോ. എന്തായാലും ഡോക്ടർ പറയുകയാണ്, ഇനി ഇതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ, കരൾ മാറ്റി വയ്ക്കുക. അതിനുവേണ്ടി ഒരു കരൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയ ആളിനെ നിങ്ങൾ എത്രയും വേഗത്തിൽ അറേഞ്ച് ചെയ്യണം. അല്ലാത്ത പക്ഷം ദേവേനയുടെ അവസ്ഥ വളരെ പരിതാപകരമാകും, അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുവാൻ പോലും മെഡിക്കൽ എത്തിക്സിന് പോലും കഴിയാതെ വരും, അല്ലെങ്കിൽ ഇനി ദൈവങ്ങൾ എന്തെങ്കിലും കനിയണം. അത് പ്രതീക്ഷിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ട് നമ്മൾ ചെയ്യണം. എത്രയും വേഗം അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു കരൾ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരെ അന്വേഷിച്ച് പിടിക്കുക. എന്തായാലും അതാണ് നിങ്ങളുടെ മുൻപിൽ ഏക വഴി എന്നൊക്കെ പറയാം. എന്തായാലും ആദർശനും ആദർശൻ്റെ അച്ഛനും ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത വലിയൊരു അവസ്ഥയാണ്. വേറെ എന്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ബ്ലഡ് വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും നയന കൊടുത്തു. പക്ഷേ എന്ന് പറഞ്ഞ പോലെയല്ലോ കരൾ പകുത്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, അത് വളരെ റിസ്ക്കാണ്. മറ്റേ വ്യക്തിക്ക് കൊടുക്കുന്ന ആളുടെ ജീവിതം തന്നെ പോകുവാൻ സാധ്യതയുള്ളതും അതുപോലെ അത്രത്തോളം കെയർഫുള്ളായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അങ്ങനെ ആരും പ്രത്യേകിച്ച് ഡൊണേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വലിയ നിർണായകമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. അന്നിങ്ങനെ എന്തായാലും ആദർശിൻ്റെ അച്ഛനും ആദർശം കൂടെ ആലോചിക്കുക, എന്ത് ചെയ്യണം, ഇത് വീട്ടിൽ പറയാൻ പറ്റുമോ, മുത്തശ്ശിയോടോ പറയാൻ പറ്റുമോ, അവരുടെ അവസ്ഥ എല്ലാം വളരെ ഇനി ടെൻഷൻ അടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആദർശിൻ്റെ മുത്തശ്ശന്. അപ്പോൾ മുത്തശ്ശനോടും പറയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ആശുപത്രി നടക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ ചെന്ന്, അല്ലെങ്കിൽ ദേവേനയ്ക്ക് വീണ്ടും അസുഖം കൂടി നിന്നും വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കില്ലേ എന്ന് നമ്മുടെ ജലജയോടും ജാനകിയോടൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ജലജ പറയാൻ, എന്തായാലും ഇതൊക്കെ അറിയേണ്ടതല്ലേ, എല്ലാവരും അറിഞ്ഞിരുന്നില്ലെങ്കിൽ ശരിയാകുമോ എന്നൊക്കെ പറയാം. അപ്പോൾ പെട്ടെന്ന് ആദർശൻ്റെ അച്ഛൻ പറയും, നീ ആയിട്ടൊന്നും പറയണ്ട, അത് പറയേണ്ട സമയത്ത് പറയാം എന്നൊക്കെ പറഞ്ഞ് ജലജനെ പേടിപ്പിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന നാളത്തെ എപ്പിസോഡിൽ കാണാം. ഒടുവിൽ ഈ കരൾ മാറ്റി വെക്കുവാൻ, അങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരിക. എന്തായാലും ഇതിനിടയിൽ ആദർശം വളരെ ബുദ്ധിമുട്ടോടും സങ്കടത്തോടും കൂടി ദേവയാനെ കാണുന്നു. ദേവയാനെ ചെന്ന് കണ്ടപ്പോൾ തന്നെ ഇന്നലെ ആ ആദർശം നയനയും ഒരുമിച്ച് കിടന്നതിനെക്കുറിച്ച് അങ്ങ് തുടങ്ങി. അപ്പം മുതൽ തുടങ്ങിയ പ്രശ്നം. അല്ലെങ്കിൽ ആ സമയത്തും ഈ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴും ദേവയാനിക്ക് നയനയെ കണ്ടുകൂടെന്നും മാത്രമല്ല, ഇനി ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും ഇനി ആ വീട്ടിലേക്ക് വന്നാൽ ഇവളെ കാണേണ്ടി വരുമല്ലോ, വീണ്ടും എൻ്റെ അവസ്ഥ ഇതിലും കഷ്ടമാകുമല്ലോ, അതുകൊണ്ട് ഇവളെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആ വീട്ടിലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ മനസ്സിലുള്ള ആദർശനോട് പറയുക. അപ്പോൾ ആദർശം തിരുത്താനൊക്കെ ശ്രമിക്കുന്നു. ഒരുപാട് ആദർശന് എല്ലാം വെട്ടിത്തൊന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയുമാണ്. കാരണം ഇപ്പോൾ തൻ്റെ അമ്മയുടെ അവസ്ഥ വളരെ ഗുരുതരമായി തുടരുകയാണ്. അത് അമ്മയ്ക്ക് പോലും അറിയില്ല എന്ന് ആദർശനറിയാം. അങ്ങനെ എന്തായാലും വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം ആദർശ വെളിയിൽ ഇറങ്ങുന്ന ഇങ്ങനെ ഹൃദയം ആരാണ് ഡൊണേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അന്വേഷിക്കുവാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊന്നും കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് നയന പറയുകയാണ്, അമ്മയ്ക്ക് എൻ്റെ കരൾ ഞാൻ പകുത്തു കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് പറയുക. അപ്പോൾ ആദർശ്, നീ എന്താടി പറയുന്നത് എന്ന് ചോദിച്ച് നയനയെ വഴക്ക് പറയുകയാണ്.
ഈ സമയത്ത് നയന വളരെ സൗമ്യതയോടുകൂടി പറയാണ്, അത് ശരിയാ ആദർശേട്ടാ, ഇതുകൂടി അപകടകരമാകുന്ന കാര്യമൊന്നുമല്ല. എൻ്റെ കരൾ മൊത്തത്തിലല്ല ഞാൻ കൊടുക്കുന്നത്. അമ്മയുടെ ആ കരളിന് എവിടെയാണോ വിഷയമുണ്ടായത് അവിടെ പകുത്ത് അങ്ങോട്ട് മാത്രം വെക്കുവാനുള്ള പകുത്ത് കൊടുക്കാൻ, മുഴുവനായിട്ടല്ല കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ നിർദ്ദേശമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നയന തൻ്റെ ഹൃദയം കരള് ദേവയാനിക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു എപ്പിസോഡൊക്കെയാണ്. ഇതിനിടയിൽ ആദർശിൻ്റെ അച്ഛനൊക്കെ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിലും നയന അടിയുറച്ച് നിൽക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇതിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെ ഇത്രമെങ്കിലും ചെയ്യണ്ടേ, അത് ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ് എന്നൊക്കെ പറയാം. ഒടുവിൽ ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കുക, ആദർശിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രംഗമൊക്കെയാണ്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന നമ്മുടെ നയന തൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി, തന്നെ കണ്ണിന് കാണാത്ത തൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം പണയം വെക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രമോ വിശേഷമാണ്. റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.